പാരൻറ്റിങ്ങിലെ ഒന്നാമത്തെ പ്രശ്നം ഡിജിറ്റൽ ഓവർലോഡ് ആൻഡ് സ്ക്രീൻ അഡിക്ഷൻ. കുട്ടികൾ കൂടുതൽ സമയം സ്ക്രീനിലാണ്. പാരൻ്റ് തന്നെ ഇതിലുമാണ്. ഉമ്മ ഓൺലൈൻ മജ്‌ലിസിലാണ്, ഉപ്പ വേറെ അർജൻറ്റീന ഫ്രാൻസ് പെനാൾട്ടി ഷൂട്ടൗട്ട് ഈ വർഷം തന്നെ 36ാമത്തെ കാണലാണ് ഒരു ഉദാഹരണം. അപ്പം ഈ ഉപ്പയും ഉമ്മയും അങ്ങനെ ആവുന്നത് ആദ്യം ഒന്ന് കുറച്ചു കൊണ്ടുവരണം. പരമാവധി മക്കളുടെ മുമ്പിൽ നിന്ന് മൊബൈൽ ഉപയോഗം കുറക്കണം. നിങ്ങളെ ബിസിനസ് ആവശ്യമാവാം, സോൺ ആവശ്യമാവാം, സംഘടനാ താല്പര്യമാവാം. ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഒന്ന് ഊരുക, എന്നിട്ട് പച്ചയായ മനുഷ്യനാവുക. സ്ക്രീൻ ഉപയോഗിക്കരുത് എന്ന് പുതിയ കാലത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് കൺട്രോളിലേക്ക് കൊണ്ടുവരണം. അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വർത്തമാനങ്ങൾ പറയുന്ന ഫാമിലി ആവണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരിക്കണം. അക്സറുൽ ബർക്ക ഫി അക്സരിൽ അയാദി. കുറേ കൈകളിലെടുത്താണ് കുറേ ബർക്കത്തുണ്ടാവുക. ഒറ്റ തളികയിൽ തന്നെ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടുകാർക്ക് താഴ്മ ഉണ്ടാവും. കുറേ കൈ അയാദി എന്ന് പറഞ്ഞാൽ ജമ്മുൽ ജം എന്നാണ് അതിന് സമാരൊക്കെ പറയുന്നത്. വൽ അയാദി ഷാഹിദാന്നുണ്ടല്ലോ, ജംഉൽ ജമ്മാണ്. അൽഫയിൽ ഒരു ബൈത്താണത്. ഐദിൻ യദ് എന്ന് പറഞ്ഞാൽ ഒരു കൈ, ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ. ഐന്ത്യൻ ജമ്മാണ് അയാദി എന്ന് പറഞ്ഞാൽ. എത്ര കൈ ഒരു തളികയിലേക്ക് വരാൻ പറ്റും അത്രയും ഉണ്ടായാലും അത്രയും ബർക്കത്തുണ്ടാവും അവിടെ. പെൺകുട്ടികളെ കൊണ്ട് അടുക്കള പണി എടുപ്പിക്കുന്നിടത്തും ഉമ്മാനെ അടുക്കളയിൽ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നിടത്തൊക്കെ ഉമ്മമാരൊന്ന് ജാഗ്രത കാണിക്കണം. കുട്ടികൾക്ക് ഫ്രീ ടൈം ഓവറായിട്ടുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അഡിക്ഷനിലേക്കൊക്കെ പോകണം. ഉപ്പിയുമ്മയും ഫോൺ സ്ക്രീൻ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. സ്ക്രീനിൽ കാണുന്നത് ഇബാദത്ത്, ഹലാലായ കാര്യം, ബുദ്ധിവികാസം ഇതിനൊക്കെ ഉള്ളതാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്യുക. ഈ അടുത്ത് ഒരിടത്ത് പോയപ്പോൾ ആ മോന് യഥേഷ്ടം ടാബൊക്കെ ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരുടെ ഉപ്പനോട് ചോദിച്ചു, എനിക്ക് വ്യക്തിബന്ധമുള്ള ആളാണ്, ഈ മോനിക്കിങ്ങനെ ഫോണും ടാബൊക്കെ യഥേഷ്ടം കൊടുക്കുന്നത് നിങ്ങൾക്കൊരു സുഖക്കുറവില്ലേ? ഇല്ല ഉസ്താദ്, അവനൊന്നും മോശം ഉപയോഗിക്കില്ല. അതങ്ങനെ ഉറപ്പ് പറയാൻ കാരണം ഓനിപ്പോൾ 7 ജുസ് ഹാഫിളാണ്. ആകെ ആ കുട്ടി 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ എത്തിയിട്ടുള്ളൂ. 7 ജുസ് ഹാഫിളാണ്. അവന് മുഴുവൻ ഈ ഓൺലൈനിൽ നിന്ന് ഉസ്താദുമാർ വഴി പഠിച്ചത്. അതിനു വേണ്ടി അവന് ഉപയോഗിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ്ങിന് വേണ്ടി, ചിത്രം വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ടാബ് ഹാൻഡ് ഓവർ ചെയ്യൽ. അത് വരച്ചു കഴിഞ്ഞാൽ ഞാനത് തിരികെ വാങ്ങാൻ തന്നെ ഒന്ന് തരും. എന്താ കാരണം എന്ന് വെച്ചാൽ അരമണിക്കൂറിലേക്ക് അലാറം വെച്ചിട്ടുണ്ട്, ആ സമയമാകുമ്പോൾ ഒന്ന് തന്നു. ഇപ്പം എൻ്റെ അടുത്ത് മൂപ്പര് വെച്ച് നിങ്ങൾ കുട്ടികൾക്ക് കളർ ബുക്കൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വാങ്ങും? ഞാൻ പറഞ്ഞു യാത്രയിലൊക്കെ നമ്മൾ ഏറനാട് ട്രെയിനിലൊക്കെ മിക്കപ്പോഴും 150 റുപ്യൻ്റെ 4 പുസ്തകം, ക്രയോൺസ്, ആനിമൽസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വിൽക്കാറുണ്ട്. അപ്പോൾ അതൊരു ഓഫറാന്ന് ചോദിച്ചിട്ട് വാങ്ങും. പുസ്തകം എത്ര 100 രൂപ അതിന് ചിലവാക്കി? ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് വാങ്ങും. ഞാൻ പിന്നെ ഒന്നും ചിലവാക്കില്ല. ഈ ടാബിൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ഓൻ ചിത്രം വരക്കും, വരച്ച് കഴിഞ്ഞാൽ ഓന് തിരിച്ചു വരും. വളരെ ഒരു ക്രിയേറ്റിവിറ്റിയുള്ള ഒരാശയമായിട്ട് തോന്നി. ഉപയോഗിക്കാൻ എൻ്റെ മക്കൾക്ക് എല്ലാം അറിയാം, ടാബ് അറിയാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെ അറിയാം. ബട്ട് ഒരു മോശത്തരത്തിന് പെടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുള്ള എന്ത് സംവിധാനവും സെൻട്രൽ ഹാളിലേ ഉള്ളൂ, പ്രൈവറ്റ് റൂമുകളിൽ ഒന്നും ഇല്ല. എന്തെങ്കിലും നെറ്റിൽ നിന്ന് കാണാൻ, കേൾക്കാൻ, ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ സെൻട്രൽ ഹാളിൽ നിന്ന് എല്ലാവരും കാണത്തക്ക വിധത്തിലാണ് ഇവിടെ ലാപ്ടോപ്പ് സംവിധാനിച്ചിട്ടുള്ളത്. റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് പോയിട്ട് 11:30 വരെ 12 വരെ കുതിരക്കളി കളിക്കാനൊന്നും എൻ്റെ മക്കൾക്ക് അനുമതിയില്ല. അത് അവർക്ക് കൺട്രോളായിട്ട് തോന്നിയിട്ടുമില്ല. ഇങ്ങനെയും പാരൻസ് ഉണ്ട് എന്നാണ് ഇതിനോട് ചേർത്ത് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇപ്പോഴത്തെ പാരൻറ്റിങ് മേഖലയിൽ നേരിടുന്ന രണ്ടാമത്തെ ഒരു വെല്ലുവിളി മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. കുട്ടികൾക്ക് മാനസികാരോഗ്യം കുറഞ്ഞുപോയി. അങ്ങനെ പറഞ്ഞാൽ 10 വിഷയത്തിൽ 9 വിഷയത്തിൽ A+ കിട്ടി. ഒരു വിഷയത്തിൽ Z ഒന്നും ആയിട്ടില്ല, A മാത്രമേ ആയിട്ടുള്ളെങ്കിലും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ടെൻഷനാണ്. ഓനോട് സംസാരിക്കുമ്പോൾ തോറ്റ ഫീലിങ്ങിൽ കരയും. ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് കേടാ.
അതേസമയത്ത് നമ്മളൊക്കെ പണ്ട് SLC പഠിക്കുന്ന കാലത്ത് 210 ജയിക്കാൻ വേണ്ട മിനിമം. അന്ന് 210 കിട്ടിയാൽ ലഡു വിതരണമെല്ലാം കണ്ട കോളേജ് മൊത്തം നമ്മൾ വിലക്ക് വാങ്ങിയ ഫീലിങ്ങിലായിരുന്നു ലഡു വിതരണം ചെയ്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമുക്ക് തന്നെ അറിയാം. ഇംഗ്ലീഷിന് മാർക്ക് 10, ഇംഗ്ലീഷ് സെക്കൻഡിന് 10. കാരണം നമ്മൾ ആരോ ജയിപ്പിച്ചതെന്ന് നമുക്ക് തന്നെ ഉറപ്പാണ്. ഈസും വാസും എന്താന്ന് തന്നെ അറിയില്ല. ഒരു essay അന്ന് നമ്മൾ എങ്ങനെയാണ് കാണാണ്ട് പഠിച്ചത്? റൂക്കോൾ വാസ് എ ഗ്രേറ്റ് മെയ്സർ എന്നതാണ് പഠിച്ചതെങ്കിൽ റൂക്കോൾ 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 വാസ് 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 എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. എന്നിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായില്ല. ഇന്ന് കുട്ടികൾക്ക് മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞുപോയി. അത് പഠനത്തിൻ്റെ മേഖലയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ മേഖലയിലും. മൊബൈൽ തരാത്തതിന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, ഭക്ഷണം പാചകം അറിയാത്തതുകൊണ്ട് ഭർത്താവ് കുറ്റപ്പെടുത്തിയതുകൊണ്ട് കിണറിൽ ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. എങ്ങനെയുണ്ട്? നിങ്ങൾ കുറച്ച് പ്രായമുള്ള പ്രവാസികളോട് വെറുതെ ചോദിച്ചു നോക്കിയേ, അജയരെ എപ്പോഴാണ് UAE ആദ്യമായിട്ട് പോയത്? UAE ഞാൻ 1900 കൃത്യമായിട്ട് പറഞ്ഞാൽ 88 സൗദിയിലെ ദമാമിലേക്കായിരുന്നു ആദ്യം പോയത്. പിന്നെ അവിടെ 3-4 കൊല്ലം ഉണ്ടായി. പിന്നെ അവിടുന്ന് മാറിയിട്ട് ബിസിനസ് പൊട്ടിപ്പോയി. പിന്നെ അൽക്കോബറിലേക്ക് മാറി. അവിടുന്ന് പിന്നെ നേരെ മസ്കറ്റ് പിടിച്ചു. സലാല കുറച്ച് കാലം ഉണ്ടായിന്. പിന്നെ ബഹ്റൈനിലെ മനാമയിലേക്ക് വിട്ട്. പിന്നെ അതൊന്നും ക്ലിക്കാവില്ല എന്ന് വിചാരിച്ചിട്ട് UAE വന്നതാണ്. പിന്നെ UAE 10-20 കൊല്ലം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തൊന്നും നാട്ടിലേക്ക് തൊപ്പിയിട്ടിട്ട് വന്നിട്ടില്ല. 4 മക്കളെയും കെട്ടിച്ച് 3 പെങ്ങന്മാരെയും കെട്ടിച്ചിട്ടാണ് മൂപ്പര് ഒരു വീടും കല്യാണമൊക്കെ ശരിയാക്കി വെച്ചത്. ജയിച്ചിട്ടേ വന്നിട്ടുള്ളൂ. ഇന്ന് നിങ്ങളൊന്ന് വിസ എടുത്തിട്ട് മോനെ അയച്ചു നോക്കിയേ, എങ്ങനെ അടുത്ത കുബൂസ് ഒന്നും ഒരിക്കലും ആ ചൂട് ഒന്ന് തിരിച്ചു വരും. മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞുപോയി. അതിജയിക്കാനുള്ള ശക്തി കുറഞ്ഞുപോയി. പണ്ട് നമ്മളൊരു കുട്ടിനെ വെക്കേഷൻ കാലത്ത് നിസ്കാരമില്ല ഭക്ഷണമില്ല അവൻ്റെ എന്ത് ഫുട്ബോളും ടൂർണമെൻറ്റും ആണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടാൽ നമ്മളും ഭാര്യയും തമ്മിലൊരു കരാറിൽ ഒപ്പിടും, കുറച്ച് നേരം അവിടെ കിടക്കണം അങ്ങനെ പറയും അല്ലേ. ഇന്നൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നമ്മൾ പിടിച്ച് കൊണ്ടുവരാണ്ട് ഒറ്റക്കന്നെ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് നിങ്ങൊന്ന് വിളിച്ചോ കിടക്കണം. എന്നതിൻ്റെ കാരണം കുട്ടികൾക്ക് മനസ്സിന് ആരോഗ്യം കുറഞ്ഞുപോയി. CB തോമസ് എന്ന IPS ഉദ്യോഗസ്ഥൻ്റെ മലയാളി ഇങ്ങനെ മരിക്കണമെന്നിട്ടൊരു പുസ്തകമുണ്ട്, DC പ്രസിദ്ധീകരിച്ച്. നമ്മളത് വെറുതെ വായിക്കുന്നതല്ല, ഒന്ന് വായിച്ചു. അതിൽ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ കുറവ് എന്ന് മറ്റൊരു പഠനം വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എഴുതി വെക്കാനുള്ള കാരണം അവരുടെ ഇത്തിഖാദാണ്, ഈമാനാണ്, വിശ്വാസമാണ്. ഇത് നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. മദ്രസയിൽ നിന്ന് 6ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി, 3ാം ക്ലാസ്സിൽ നിന്ന് പിള്ളേർ മദ്രസയിൽ നിന്ന് ഒഴിവായി, 8ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ നിന്ന് ഒഴിവായി. അതാണ് അതിൻ്റെ ഒരു കാരണം. മാനസികാരോഗ്യം കുട്ടികൾക്ക് കിട്ടാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അല്ലാഹ് എന്ന വിശ്വാസത്തിലേക്ക് കുട്ടികളെ എത്തിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് LLB പഠിച്ച വക്കീലിനേക്കാളും മേലെയാണ് ഓൾ വക്കീലായ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹ് എന്ന ബോധ്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കണം. അപ്പോൾ തോൽക്കാൻ കുട്ടികൾക്ക് മനസ്സ് സമ്മതിക്കൂല. 1000 ആൾക്കാർ എഴുതുന്ന പരീക്ഷയിൽ ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ എങ്കിലും നമ്മളെ മോനായിരിക്കും ആ ഒരാൾ. ആ കോൺഫിഡൻഷ്യലിലേക്ക് കുട്ടികളെ എത്തിക്കണം. അതെങ്ങനെ എത്തിക്കണം? അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കണം. മുമ്പിൽ ആർത്തിരമ്പുന്ന സമുദ്രം, 10,000 ശത്രുക്കളെയും കൂട്ടിയിട്ട് ഫിറഔനിന്റെ നേതൃത്വത്തിൽ പിന്നിൽ സൈന്യം, ഒന്നിച്ചുള്ള ബനു ഇസ്രായേലുകാരാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞിട്ട് പറയാണ് ഇന്നാല മുതറക്കൂൻ, ഇപ്പം നമ്മളെ പിടിക്കും നബിയെ എന്ന്. പതറിയോ മൂസാ നബി? ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, എല്ലാ ടെൻസും നെഗറ്റീവിലേക്കാണ് പോകണത്. എന്നിട്ട് മൂസാ നബി നെഗറ്റീവിലേക്ക് പോയോ? ഇല്ല. മൂസാ നബി എന്താ പറഞ്ഞത്? ഇന്നമഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ അള്ളുണ്ട്. അടിച്ചില്ലേ വടി കൊണ്ട്, പിളർന്നില്ലേ കടല്, നടന്നില്ലേ വഴികൾ. ഈ മൂസാ നബിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കണം കുട്ടികളെ. നബിയെ അവര് വേറെ റഡാർ എടുത്തിട്ടൊന്നും നമ്മളെ നോക്കണ്ട. അവര് വെച്ചിരിക്കുന്ന കാല് ദ്വാരങ്ങളുടെ മേലെയാണ്. ആ കാലൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കിയാൽ ലറാന, നമ്മളെ കാണും നബിയെ എന്ന് പറഞ്ഞപ്പോൾ വോൾട്ടേജ് കൂടിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഇന്നല്ലാഹുമാന, നമ്മളൊന്ന് ചല്ലുണ്ട് കാണൂല. ഈ ഗുഹൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ലാതെ പോയതുകൊണ്ടാണ് കുട്ടികൾക്ക് ടെൻഷൻ, ഡിസ്പയർ ഇൻ ഗ്ലൂമിലേക്ക് കുട്ടികൾ പോയത്. അതാ പോയത്. തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന ഘട്ടം,
വില്ലിൽ നിന്ന് ഇബ്രാഹിം നബി അമ്പായിട്ട് വിട്ടു, ഇനി തീയിലേക്ക് വീഴാൻ പോവുക. ആ സമയത്താണ് മലക്ക് വന്നിട്ട് ചോദിച്ചത് വല്ല ആവശ്യമുണ്ടോന്ന്. ഐ ആം സോറി, ഒരാവശ്യമില്ല, ഞാൻ എല്ലാം അള്ള എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റെടുത്തില്ലേ റബ്ബ്? എന്നിട്ട് എൻ്റെ തീനോട് അള്ള പറഞ്ഞത്, ഹലോ നിൻ്റെ ഈ കത്തുന്ന സ്വഭാവം ഇന്ന് വേണ്ട, ഇന്ന് ഹോളിഡേ, ഇന്ന് ലീവ് കേട്ടാ, ഇന്ന് ലീവ്. ബർദൻ, ഇന്ന് തണുപ്പാ വേണ്ടത്. പിന്നെ സെൻട്രൽ എ സി ഇട്ട മാതിരി ഭയങ്കര തണുപ്പ് 16 ഇട്ടിട്ട് ഇബ്രാഹിം നബിക്ക് ജലദോഷം അങ്ങനൊന്നും ആവണ്ട. വസലാം എന്നല്ലേ ഇബ്രാഹിം നബിക്ക് കംഫർട്ടായ തണുപ്പ് മതി, ഓവർ തണുപ്പ് വേണ്ട. ഹലോ, അന്ന് ദുനിയാവിൽ ഒരു തീക്കും തണുപ്പല്ലാതെ ഇല്ല. ഈ അല്ല എന്നല്ലേ നമ്മളെ അല്ല അല്ലേ? അതെ, അത് കുട്ടികളിലേക്ക് ആശയമായിട്ട് പകർന്നു കൊടുക്കുന്നിടത്ത് ഡിജിറ്റൽ ഓവർലോഡ് കാലത്തെ പാരൻസിന് സാധിക്കുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ പ്രശ്നമല്ല, പാരൻസിൻ്റെ പ്രശ്നം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ലോസ് ഓഫ് ഫാമിലി ബോണ്ടിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്. ഫാമിലികൾ തമ്മിലൊക്കെ ബന്ധം കുറഞ്ഞുപോയി. ഇപ്പോൾ ഫാമിലി സംഗമങ്ങളിൽ പെരും ഹറാമുകളുള്ള ഒരു തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കും. പിന്നെ ഇഖ്തിലാത്ത്, ആണും പെണ്ണും ഇടകലരുന്ന ഫാമിലി സംഗമങ്ങൾ, വൃത്തികേട്. ആ ഫാമിലി എങ്ങനെ സ്വർഗത്തിൽ പോവുക? ശരിക്കും നമ്മൾ ഫാമിലി അംഗങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകണ്ടല്ലേ? ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. ഫാമിലി അടക്കം സ്വർഗത്തിൽ പോകണമെന്നല്ലേ യാസീനിൽ ഓതുന്നത്? അങ്ങനെ പോകണ്ടേ നമുക്ക്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പം എന്തെല്ലാം വൃത്തികേട്. പഴയ SLC ബാച്ചിൻ്റെ കൂട്ടായ്മ, എന്നിട്ട് ഇഖ്തിലാത്ത്, ഇടകലർച്ച, ആൺപെണ്ണ്. ഇപ്പം ഏറ്റവും വൃത്തികേട്, പുതിയ വൃത്തികേട് വന്നിട്ടുണ്ട്, ഏറ്റവും പുതിയ വേർഷൻ. ഇന്നാലെന്ന ഫ്ലൈറ്റിൽ ഹജ്ജിന് പോയ ആളുടെ കൂട്ടായ്മ, എന്നിട്ട് അവർ ഒരുമിച്ച് കൂടും. ഒരു സൈഡിലാണ്, ഒരു സൈഡിൽ പെണ്ണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹജ്ജ് മബ്റൂറായാലല്ലേ സ്വർഗം കിട്ടുക? ആ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശേഷമുള്ള കാലത്ത് സൂക്ഷ്മ ജീവിതം ഉണ്ടാവുക എന്നുള്ളതല്ലേ? ഹജ്ജിന് പോയിട്ട് വന്ന പെണ്ണുങ്ങളല്ല ഒരു സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ ഒരു മറയില്ലാതെ ആണുങ്ങൾ. എങ്ങനെയുണ്ട്? ഇതല്ല ഫാമിലി സംഗമം, ഇതല്ല ഫാമിലി ബോണ്ടിങ്. കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധം ഉണ്ടാവണം. അതിന് വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നാസ്ത റെഡി എന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് ജെറ്റ് എയർവേസ് താഴേക്ക് ഇറങ്ങി വരാനല്ല വേണ്ടത്, അങ്ങനല്ല വേണ്ടത്. പിന്നെ ഒന്നിച്ചിരുന്ന് മൗലിദല്ലണം, ഒന്നിച്ചിരുന്ന് ഖൈറാത്തുകൾ ചെയ്യണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാം ഇങ്ങനെ തുറന്നു പറച്ചിലിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തണം. ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഒരു പാർട്ട്ണറാവണം. ചില ആൾ ഭാര്യൻ്റെ നമ്പർ സേവ് ചെയ്ത് തന്നെ പാർട്ട്ണർ എന്നാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാണ്ട് എൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണർ എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം. കണ്ട, ഇസ്ലാമിൽ ഒരു ഭാര്യക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അയ്യുമംറഅത്തിൻ മാത്തത്ത് വസൗജുഹാ റാളിൻ അൻഹാ ദഖലത്തിൽ ജന്ന, ഭർത്താവ് അറ്റസ്റ്റ് ചെയ്യണം, പൊരുത്തം. ഒരു ഭർത്താവിന് സ്വർഗം കിട്ടണമെങ്കിൽ ഖൈറുക്കും ലി അഹ്ലി, കുടുംബമായ ഭാര്യ അറ്റസ്റ്റ് ചെയ്യണം. ഒരു കുപ്പി വെള്ളം തന്നിട്ട് ഭാര്യ നമ്മളോട് പറയാണ്, ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു തങ്ങളെ കൊണ്ട് അതിന് തങ്ങൾ ഉസ്താദിനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇതാക്കണ്ട, ഒരു നല്ല മനുഷ്യനെ കൊണ്ട് ഈ വെള്ളം ഒന്ന് മന്ദിരിപ്പിക്കോ, എൻ്റെ അടിവയറ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദന, ഇനി തങ്ങളെ കിട്ടിയിട്ടില്ല ഉസ്താദിലാന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് ഉഡായിപ്പാക്കരുത്, ദയവ് ചെയ്തിട്ട് ഒരു നല്ല ആളെ കിട്ടിയാൽ മന്ദിരിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മന്ദിരിക്കണ്ട, നിങ്ങൾ എത്ര മണിക്കാ സുബഹിക്ക് എണീക്കലെന്ന് എനിക്കറിയാമെന്നാണ്. തീർന്നടോ, തീർന്ന്, ഇനി ഇവിടെ ജീവിക്കരുത്, തീർന്ന്, കാറ്റ് പോയിന്. ആദ്യം റാങ്ക് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്ത്, ആദ്യം റാങ്ക് വാങ്ങേണ്ടത് ഭർത്താവിൻ്റെ അടുത്ത്. എന്തൊരു മതം നോക്കി നമ്മളെ മതം. അപ്പോൾ തമ്മിൽ ബോണ്ടിങ് ആണ്. ഭർത്താവ് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടർച്ചയായി ചുമക്കുമ്പോൾ ഭാര്യ സുന്നത്ത് നിസ്കരിക്കാനായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വേഗം നിസ്കാരക്കുപ്പായം മടക്കി കുത്തിയിട്ട് ചുടുവെള്ളത്തിന് കഞ്ഞിവെള്ളത്തിന് പോണത്. ഇത് കാണുന്ന ഫാത്തിമ ഷെറീൻ അല്ലെങ്കിൽ ഫാത്തിമ ഹിബ എന്ന മോൾക്ക് ഇനി വേറെ പ്രീ മിലിറ്ററി ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭർത്താവിനോട് എങ്ങനെയെന്നുള്ള ക്ലാസ് ഒരു ഓൺലൈനിലും വേണ്ട, ഒരു ഓഫ്ലൈനിലും വേണ്ട, ആ ഉമ്മാൻ്റെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഫാമിലി ബോണ്ടിങ് അങ്ങനെ വേണം. ഭാര്യൻ്റെ ഇഷ്ടം എന്താണെന്ന് ഭർത്താവ് ആദ്യം പഠിക്കണം. ഞാൻ എന്ത് ചെയ്ത് കൊടുക്കലാണ് ഭാര്യയ്ക്ക് ഇഷ്ടമെന്ന് പഠിക്കണം. ഭർത്താവ് എൻ്റെ അടുത്ത് നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഭാര്യ മനസ്സിലാക്കണം. എന്നിട്ട് ഇഷ്ടങ്ങൾ തമ്മിൽ കൈമാറണം.
അതൊക്കെ നീണ്ട നേരം പറയേണ്ടതാണ്, ഞാൻ ചുരുക്കുകയാണ്.